കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പുത്തൂർ പഞ്ചായത്ത്, പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം, കുടുംബശ്രീ, CDS പാടശേഖര സമിതികൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടന്നു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി അങ്കണത്തിൽ നടന്ന കർഷക സഭ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 30 മുതൽ ജൂലൈ 2 വരെ ഞാറ്റുവേല ചന്ത പള്ളി അങ്കണത്തിൽ നടക്കും. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ സ്വാഗതവും, ഒല്ലൂക്കര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, ഒല്ലൂക്കര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PG ഷാജി, കർഷകേതര തൊഴിലാളി സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, കുടുംബശ്രീ CDS സതി പുഷ്പാകരൻ എന്നിവർ സന്നിഹിതരായി. കൃഷി ഓഫീസർ AM നിമിഷ നന്ദി പറഞ്ഞു. മെമ്പർമാരായ PB സുരേന്ദ്രൻ, ലിബി വർഗീസ്, VS സജിത്, VK ഷാജി, സനൂപ്, ധന്യ, ബിജു എന്നിവർ സന്നിഹിതരായി. കാർഷിക മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഞാറ്റുവേല ചന്തകൾ ഉപകാരപ്പെടുമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വിവിധ ഇനം നെൽവിത്തുകളുടെ പ്രദർശനവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഞാറ്റുവേല ചന്തയിൽ നടപ്പാക്കുന്നു. ജൂൺ 30 മുതൽ ജൂലൈ 2 വരെ ഞാറ്റുവേല ചന്ത നല്ല രീതിയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വിളിച്ച് തീരുമാനമെടുക്കാനുണ്ടായിട്ടുണ്ട്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിന് വേണ്ടി കർഷകരെ ഏറ്റവും നമ്മൾ അടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാർഷിക മേഖലയ്ക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം 17 പദ്ധതികളാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്. 52 ലക്ഷം രൂപ നമ്മളാണ് ഈ മേഖലയിലേക്ക് നീക്കിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ക്ഷീര കർഷകരെയും നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിൽ കർഷകരെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മലയോര കർഷകരെ ഏറ്റവും അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവർക്ക് സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഇന്നത്തെ ഞാറ്റുവേല ചന്തയ്ക്ക് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും സംരംഭകരെ, അതുപോലെ തന്നെ ചെറുകിട കർഷകരെ, നഴ്സറികൾ നടത്തുന്ന ആളുകൾ, എല്ലാ ആളുകളെയും സംസ്ഥാന ബാങ്കുകൾ എല്ലാവരെയും കൂട്ടിയടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഞാറ്റുവേല നടത്തി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ദിവസം കാലയളവിലുള്ള ഈ ഞാറ്റുവേല ചന്തയ്ക്ക് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൂടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്ക് കാർഷിക മേഖലയായതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് ഒട്ടേറെ പേരുടെ ഉപജീവന മാർഗമാണ് നമ്മുടെ ഈ മേഖല. അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി കർഷകരെ സഹായിക്കുന്ന തരത്തിലേക്ക് വന്യമൃഗശല്യം കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ധാരാളം പന്നികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കർഷകർക്ക് ഏറ്റവും നിത്യദുരിതമായിട്ട് മാറിയിട്ടുണ്ട്. അതിനും നമ്മളെ ഈ പ്രാവശ്യം പന്നിയെ